അതെ, ഇപ്പോഴും ന്യൂസ് വന്നോണ്ടിരിക്കുവാ. നമ്മൾ രണ്ടുപേരും കാണിക്കുന്നുണ്ട്. ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നല്ലൊരു സാരി കൊടുത്തേനെ. നീ നിന്റെ അനന്തൻ ചേട്ടനെ ഒന്ന് വിളിക്കാൻ എന്താടി? ഞാൻ പന്തളത്തോട് സംസാരിച്ചതാ. എന്നിട്ട് എന്തോ പറഞ്ഞു? ഇത് വലിയ വാർത്തയുണ്ടേ, കേസാവുന്നാ പറയുന്നത്. എടി കൊച്ചാപ്പനകത്താ ഓടി. ആവട്ടെ, എല്ലാം അങ്ങോട്ട് ആവട്ടെ. ദീദി വരുന്നുണ്ട്. കൊച്ചാപ്പോ, എന്താ പൊതിയില്? മട്ടൻ വല്ലോ ആണോ? നിന്നെയൊക്കെ മട്ടൻ വാങ്ങിച്ചോണ്ട് തീറ്റിക്കുന്ന പണിയേ ഞാൻ അങ്ങ് നിർത്തി. ഇതെനിക്കും എന്റെ കുഞ്ഞുങ്ങൾ കൂടെ തിന്നാനുള്ളതാ. കൊച്ചാപ്പനുള്ളതൊക്കെ ഞങ്ങളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളെ കുറച്ച് മട്ടനൊക്കെ മേടിച്ചായിരുന്നു. കൊച്ചാപ്പന് കുറച്ച് സന്തോഷമായിട്ടെന്ന് വിചാരിച്ചു. അത് നിന്റെ പട്ടിക്കൊണ്ട് കൊടു. എടാ, നീ നിന്റെ പെണ്ണുമ്പിളെ കൂടെ എന്നെ എന്റെ കുഞ്ഞുങ്ങളെയും വെച്ചം കൊടുത്ത് കൊല്ലാമെന്നുള്ള പൂതിയെ അത് മനസ്സ് വെച്ചാ മതി. അതെ, വല്ലോ അറിഞ്ഞായിരുന്നോ? വാർത്തയൊക്കെ കണ്ടായിരുന്നോ? എത്ര കോള വരുന്നറിയോ? പത്രക്കാരും യൂണിയനും പാർട്ടിക്കാരും. ഒരാൾ പറഞ്ഞ എന്തോ അറിയോ? കളത്തിപ്പറമ്പിൽ യോഹന്നാന്റെ കൈയും കാലും വെട്ടി തൂരകളയുന്നു. വെട്ടട്ടടാ. അതെ, നട്ടല്ല ആണുങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നതാ. പേങ്കോന്തൻ അടിമ. നിങ്ങൾ എന്തിനാ മനുഷ്യ അയാളുടെ വായിരിക്കണേന്ന്? ഇങ്ങോട്ടൊന്ന് വാ, ഇങ്ങോട്ട് എണീറ്റ് വന്ന്. ആൻസിമോളെ, ആ അതെ, കേസും പുക്കാറും ഒക്കെ ആകുമെന്നാ തോന്നുന്നത്. കവലെ ചെന്നപ്പോഴേ ഓട്ടോക്കാരെല്ലാം കൂടെ എന്നെ അങ്ങ് വളഞ്ഞു. ഞാൻ പത്രക്കാരെ തല്ലിയെന്ന്. ഉണ്ണിപ്പിള്ളയുടെ കടയിലെ TV നോക്കിയപ്പോഴാ വാർത്ത കണ്ടത്. മോള് നോക്കിയില്ലായിരുന്നോ? ആ, ഞാനും കേട്ടായിരുന്നു കൊച്ചപ്പ. എനിക്ക് തോന്നുന്നത് പ്രശ്നമാവും തന്നെയാ. ഞാൻ പറഞ്ഞതും ചോദിച്ചൊന്നും അല്ല അവരിപ്പോൾ TV കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കൊച്ചപ്പൻ ക്യാമറ തല്ലിപ്പൊളിച്ചൊന്നും മീഡിയക്കാരെ ആക്രമിച്ചു എന്നൊക്കെ അവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അവരൊരു കേസിന് പോയാൽ അതും മതി. പോട്ടുമോളെ, കേസിന് പോട്ടെ. നമ്മളെന്തിനാ പേടിക്കുന്നത്? തോന്നിയ ദിവസം പറഞ്ഞാലേ എല്ലാവരെയും ചവിട്ടി കൂട്ടി ഞാൻ. എന്റെ കൊച്ചാപ്പ, ആ KG സാർ പറഞ്ഞതേ ഇത് അവരെല്ലാരും കൂടെ ഇളക്കി വിട്ടതാ മീഡിയക്കാരെന്ന്, കേസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട്. കൊച്ചപ്പ മിണ്ടാതിരുന്നേല് ഒരു കുഴപ്പമുണ്ടാവത്തില്ല. ഇനി കേസ് വരാൻ എന്തുവാ? പോലീസ് എന്നെ കൊണ്ടുപോട്ട് കൊണ്ടുപോട്ട്. അല്ലാതെ മോളായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. അതല്ല കൊച്ചപ്പ, ഇതൊക്കെ നമ്മുടെ കേസ് മുന്നോട്ട് പോവാതിരിക്കാൻ വേണ്ടി അവരെ വഴി തടയുന്നാന്ന്. നമ്മള് തെറ്റുകാരാണെന്ന് തെളിയിക്കുന്ന രീതിയിൽ ഓരോരോ ചെറിയ കേസുകൾ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതല്ലേ. ഇതെന്താ കൊച്ചപ്പന് മനസ്സിലാവാത്തത്? എന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇതാ കൊച്ചപ്പൻ എത്ര നാളായി പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എവിടെ ചെന്നാലും ഇതും അതുപോലെയല്ലേ. ഇനി ആരെന്നെ എന്നാ പറഞ്ഞാലും കൊച്ചപ്പൻ മിണ്ടണ്ട. മിണ്ടും, ഇനിയും മിണ്ടും. മോളെ കുറ്റം പറഞ്ഞാ ഇനി ഞാൻ ഇടം വരെ നോക്കത്തില്ല. അതിനെ കൊച്ചപ്പൻ വേറെ ജനിക്കണം. മക്കളെ, മക്കൾ ഉറങ്ങിയോടാ? അപ്പാപ്പൻ വന്നു. പറഞ്ഞ മനസ്സിലാവത്തില്ല. എത്ര നാളായി പറഞ്ഞോണ്ടിരിക്കും. ഞാനന്ന് തൊട്ടേ പറയാ, അവള് അന്നേ പഴിച്ചതാ. ചെറിയ പ്രായത്തില് അവളെ സിനിമയിൽ അഭിനയിക്കണം പറഞ്ഞ് പ്രൊഡക്ഷൻ കമ്പനികളുടെ നമ്പറും തപ്പി സ്ഥിരം വിളിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അവൾ ഈ STD ബൂത്തിലല്ലായിരുന്നോ? അപ്പോഴെപ്പോഴും വിളിക്കാലാ. ഈ ഫോട്ടോ ഒക്കെ എടുത്ത് കത്തൊക്കെ എഴുതിയിട്ട് എനിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ട്, ഞാൻ മനുഷ്യക്ക് ഒരാളെ പോലെ ഇരിക്കുക, നായിക ആവാനുള്ള അവസരം എനിക്ക് തരണമെന്നും പറഞ്ഞ്, പിന്നെ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണെന്നും പറഞ്ഞ് ചാൻസ് ചോദിച്ചോണ്ട് ഈ പ്രൊഡക്ഷൻ കമ്പനിക്കും പ്രൊഡ്യൂസേഴ്സിനും കൺട്രോളർമാർക്കും ഡയറക്ടർമാർക്കും സ്ഥിരം കത്ത് വരാറുണ്ട്. അങ്ങനെ 3-4 കത്ത് എനിക്കും കിട്ടിയിട്ടുണ്ട്. ഛേ, അന്നൊരു സ്ഥിരം ശല്യായിരുന്നു. ഏയ് കൊടുവള്ളി, തനിക്കും കിട്ടിണ്ടാ? ഏയ്, എനിക്ക് വരുന്ന കത്തും ഫോട്ടോയും നോക്കുന്നത് റഷീനയായിരുന്നു, എൻ്റെ ഭാര്യയെ. അതുകൊണ്ട് ഞാൻ അതുങ്ങളെ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല. ഏയ്, എന്നാനെന്താ കേട്ടോ നീ? ഈ ആൻസിക്ക് സിനിമയിൽ അഭിനയിച്ചേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് എൻ്റെ നമ്പറും കണ്ടുപിടിച്ച് ഈ ലൊക്കേഷനിലേക്ക് അങ്ങോട്ട് വന്നു. എവിടെ? ഈ ആലപ്പുഴയില്, അങ്ങ് കുട്ടനാടില്ലേ അവിടെ. ഏയ്, അന്ന് ഇവൾക്ക് 10-16 വയസ്സല്ലേ ഉള്ളൂ. അന്ന് ഇവളുടെ കൂടെ വേറൊരു ചെറുപ്പക്കാരുണ്ടായിരുന്നു. ഈ അലക്സ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരാണെന്നാ തോന്നണേ. പിന്നെ മാമച്ചാരുണ്ടായിരുന്നു. എന്തെങ്കിലും ചാൻസ് വരട്ടെ, വിളിക്കാന്നും പറഞ്ഞ് ഏയ് ഞാൻ ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുത്ത് പറഞ്ഞു വിട്ടതാ. പക്ഷെ അവള് വൈകുന്നേരം വരെ മാത്രം അവിടെ നിന്നുള്ളെങ്കിലേ അതിൻ്റെ ഇടയിൽ അവള് കുറെ കണക്ഷൻസ് അങ്ങോട്ട് ഒപ്പിച്ചെടുത്തു. പിന്നെ ആരുടെയോ വണ്ടി കയറി പോണതും കണ്ടു. അപ്പൊ ഈ പരിപാടി അന്നേ തുടങ്ങിയതല്ലേ.
അനന്ത, എന്തായാലും നീ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടണം. നാളെ തന്നെ ജനങ്ങൾ അറിയട്ടെ. അവളെ സപ്പോർട്ട് ചെയ്ത് കുറെ ആൾക്കാരുണ്ടായിരുന്നല്ലോ, KGSO അങ്ങനെ കുറെയൊക്കെ. അവനൊക്കെ പണി കൊടുക്കണം അനന്ത. അവന്മാരെ നാണം കെടുത്തണം. ഇത് എല്ലാരും അറിയട്ടെ. അത് ശരിയാ കൊടുള്ളി, അത് നാളെ തന്നെ ചെയ്യണോട്ടാ. അതുമല്ല, അവളുടെ ഡൈവോഴ്സ് കേസേ ഇതോടുകൂടി ഒരു തീരുമാനാവും. ഇനി കോടതി തന്നെ പറയും അങ്ങോട്ട് പിരിഞ്ഞു പോകാനായിട്ട്. എനിക്കെന്റെ 2 കുഞ്ഞുങ്ങളെയും വേണം. ഇനി അവളുടെ കൂടെ ജീവിക്കണ്ട ഒറ്റ ദിവസം പോലും. നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ വരണം. ആദിത്യൻ ചേട്ടനും വരണം. നാളെ തന്നെ പോകണം തോണിക്കരയ്ക്ക്. എനിക്കെൻ്റെ പിള്ളേരെ വിളിച്ചുകൊണ്ട് വരണം. ഇനി ഒരു ദിവസം പോലും ഇനി അവളുടെ ചൂട് പറ്റി അവർ ജീവിക്കരുത്. അത് കറക്റ്റ്, അങ്ങനെ തന്നെ വേണം. കൊച്ചപ്പാ, 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 ഏ? പോലീസ്. പോലീസോ? ആ, നിങ്ങൾ പത്രക്കാരെയൊക്കെ അടിച്ചില്ലയോ? ദേ വന്നിട്ടുണ്ട്. എന്നോട് ചോദിച്ചാ ഞാൻ ഉള്ളതേ പറയത്തുള്ളൂ. അനിയേ, 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 ദാണ്ടേ പോലീസ് വന്നിട്ടുണ്ട്. രണ്ടിനോടെ കൊണ്ടാനാ വന്നേക്കുന്നേ. ഞാൻ അപ്പോഴേ പറഞ്ഞ അനിയേ, അനി, 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 എന്തുവാ? നീ പോലീസ് വന്നേക്കുന്നു. കൊച്ചാപ്പനെ കൊണ്ടുപോവാൻ. കൊച്ചാപ്പിനെ കൊണ്ടുപോകാനോ? ആ. അപ്പൊ ചേച്ചിയെ കൊണ്ടുപോലോ? ചേച്ചിയെ കൊണ്ടുപോകും. വാ. നമസ്കാരം സർ. നിങ്ങളാണോ ഈ യോഹന്നാൻ? അതെ സർ. ഇവിടെ വേറെ ആരൊക്കെ ഉണ്ട്? ഇവിടെ പഞ്ചായത്ത് ഓഫീസിലെ ക്ലർക്ക് ആനി വർഗീസ് ഉണ്ട്. പിന്നെ അവിടെ ഭർത്താവ് അലക്സ്, അവൻ ജീപ്പ് ഡ്രൈവറാ. ഈ ആൻസി വർഗീസിൽ ഇവിടെ ഉണ്ട് സാറേ. മോളെ ഇനി വന്നേ. സാറേ, ഞാൻ ഈ ക്യാമറയുടെ മുമ്പിൽ കൈകൊണ്ട് നോങ്ങിയതേ ഉള്ളൂ, അല്ലാതെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സാറേ. ക്യാമറ ഒന്നും തല്ലി പൊട്ടിച്ചിട്ടില്ല. വിളിക്കാണെ പുറത്തിറങ്ങിയാ മതി കേട്ടോ. അതിന് നമ്മൾ ചന്തയിലല്ലായിരുന്നോടി. പിന്നെ ഈ തോണിക്കര ഭാഷ അതിച്ചിരി കടുത്തുപോയി, അല്ലാതെ ഞാൻ ഒന്നും പറഞ്ഞില്ല സാറേ. ആൻസി പറഞ്ഞിട്ടാണോ പുള്ളിക്കാരൻ വീട്ടിൽ ബഹളം ഉണ്ടാക്കിയതും പത്രക്കാരെ അടിച്ചു നോക്കേ? അയ്യോ അല്ല, ഇതൊന്നും സത്യമല്ല സാറേ. ഞാൻ പറഞ്ഞൊന്നും അല്ല പത്രത്തിലും ടിവിയിലും വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞതൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ അഡ്വക്കേറ്റിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. അഡ്വക്കേറ്റിനെ കൊടുത്തോ? പിന്നെ നമ്മുടെ ആവശ്യമില്ലല്ലോ അല്ല സാറേ? അതെ, ഈ ആൻസി വർഗീസിന് ഒരു കേസ് എടുപ്പുണ്ടല്ലോ, ഒരു സൈബർ കേസ്. ഉണ്ട് സാർ. അതിന്റെ കാര്യം സംസാരിക്കാനാ ഞങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നത്. എന്താ സാറേ, വല്ല സമൻസ് വേണോ? സമൻസ് അയക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നേരിട്ടൊന്ന് പറയാൻ പറഞ്ഞു. നാളെ രാവിലെ 10:30ക്കും 11:00 സൈബർ DYSP സനൽകുമാർ സാറിന്റെ ഓഫീസിൽ പോയി കാണണം. സനൽ സാറിന്റെ ഓഫീസിലേക്കോ? സാറേ, അപ്പൊ ഞാനിവിടെ ചെല്ലാൻ പറഞ്ഞായിരുന്നോ? ആ, നിങ്ങളെ പേരും കാണും. രണ്ടുപേരും കൂടെ അങ്ങ് ചെന്നാൽ മതി. രാവിലെ 10:30 തന്നെ അങ്ങ് എത്തിയേക്കണം. വാടോ. സാറേ, ചായ എടുക്കട്ടെ? നിങ്ങളാരാ? ആനി വർഗീസ്. ഈ ആൻസി വർഗീസിന്റെ സഹോദരിയാണോ? അല്ല സാറേ, കളത്തിപ്പറമ്പി കൊച്ചു വർഗീസിന്റെ 2ാമത്തെ മോളാ. പഞ്ചായത്തിലെ ക്ലർക്കാ. ഈ ആൻസി വർഗീസിന്റെ സഹോദരി എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ? പണ്ടൊന്നും ഇല്ലായിരുന്നു സാറേ, പക്ഷെ ഇപ്പൊ ഉണ്ട്. വാടോ. അന്നത്തെ പോലെ മനസ്സ് മാറ്റിക്കളയരുതിട്ടാ. വക്കീല് പറഞ്ഞത് ഓർമ്മയുണ്ടില്ല. അവളെ അവിടെ നിന്ന് അങ്ങോട്ട് ഇറക്കണം, അതാ നമ്മുടെ ലക്ഷ്യം. ബേബി, നമ്മളായിട്ട് എന്തിനാ ഇറക്കുന്നത്? കോടതി പറയൂലോ. വിധി വരുമ്പോ ആ വീട് അവക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ 19 ലക്ഷത്തിന്റെ ബാധ്യത അതുകൊണ്ടങ്ങ് തീരില്ലേ? എന്ത് മണ്ടത്തരാന്നതാ നിങ്ങൾ ഈ പറയണേ? നമ്മൾ അവളുടെ അനിയത്തി കൊച്ചിന് വാക്ക് കൊടുത്തല്ലേ, അത് അവൾക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാന്ന്. അതങ്ങനെ ചെയ്യണം. അവനും അവളും ആ കുടുംബം അവര് അങ്ങനെ തന്നെ അവിടെ കഴിയണം. അപ്പൊ ആൻസിയുടെ കാര്യോ? അത് കോടതി തീരുമാനിച്ചോളും.
കോടതി പറയുന്നത് നമ്മുടെ തറവാടിന്റെ ഒരു ഭാഗം കൊടുക്കണമെന്നാണെങ്കിലോ ഇതിൽ കൂടുതൽ കൊടുക്കേണ്ടി വരില്ലേ? ഏയ് ഇല്ലാനെന്താ, നിങ്ങളുടെ തറവാട് ഭൂമിക്ക് അവകാശം പറയാനേ കോടതിക്ക് അധികാരമില്ല. അതിനുള്ള കുരുക്ക് നമ്മൾ കുരുക്കിയിട്ടുണ്ട്. നമ്മുടെ ഇസ്മായിൽ വക്കീൽ മോശക്കാരനാ. ദേ കൊച്ചിന്റെ അമ്മേ, ആ കൊച്ചിന്റെ അമ്മേ. ആ നിങ്ങളിന്ന് വരുമോ? ഏയ് ഞങ്ങള് വന്നോണ്ടിരിക്ക. ആളിവിടെ ഉണ്ട്. അതെ, ഞങ്ങള് വരണ കാര്യം അവിടെ പറയണ്ടാട്ടാ. ഇല്ല ഇല്ല, അലക്സ് അച്ചായനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെ കൊച്ചിന്റെ അമ്മ, അപ്പുറത്തും ഇപ്പുറത്തുള്ള മുറിയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടോളോട്ടാ. ഓ, നിങ്ങൾ വരുന്നു പറഞ്ഞോണ്ട് ഞാൻ ലീവ് എടുത്തിരിക്കുക. എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കണോ? അതൊക്കെ വന്നിട്ട് പോരെ. എന്തായാലും 2-3 നാടൻ കോഴിയെ വാങ്ങിപ്പിച്ചുണ്ട് അച്ചായനെ കൊണ്ട്. അന്തേടനെ വറുത്തരച്ച നാടൻ ചിക്കൻ കറി പണ്ടേ ഇഷ്ടായിരുന്നല്ലോ. അതെ, എനിക്കും ഇഷ്ടാ. ആയിക്കോട്ടെ, ശരിയെന്നാ. ഇച്ചായ, അവരെത്തറായിന്ന്. പെട്ടെന്നാവട്ടെ, ഒന്ന് പെട്ടെന്ന് ശരിയാക്ക്. കണ്ട കണ്ട, ചേടത്തി മനീത്തി മോരെ ചോര. എവിടെയും വീഴും, എവിടെയും വഴങ്ങും. അതെ, ഒരു കാര്യം ഓർമ്മ വേണം. രജിസ്ട്രേഷനെ ഒരാഴ്ച കൊണ്ട് ചെയ്തു തരാൻ പറയണം. അങ്ങനെ ചെയ്യിച്ചിട്ടേ വിടാവുള്ളൂ. അല്ലെങ്കിൽ ഡിവോഴ്സ് എന്ന് പറഞ്ഞു പോയാലേ കോടതിയിൽ തീരുമാനം വേറെ വന്നുകൂടാന്നില്ല. എടി അങ്ങനാണല്ലേ, നമ്മുടെ മിന്നൽ വക്കീലിന്റെ അടുത്തൊന്ന് ചോദിച്ചാലോ? അവനാവുമ്പോ വകുപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കും. രജിസ്റ്റർ ചെയ്യുമ്പോഴേ പ്രമാണത്തിലേ നമ്മുടെ 2 പേരുടെയും പേര് വെച്ചേ പറ്റൂ എന്ന് പറയണം. ആഞ്ഞിലിമൂട്ടിൽ ഷൗമേൽ മകൻ അലക്സ്, 36 വയസ്സ് എന്ന് തന്നെ വെക്കണം. 1-ാം പേരുകാരൻ അതായിരിക്കണം. അതെന്തിനാ? എടി, കളത്തിപ്പറമ്പിൽ ആനി വർഗീസ് എന്ന് വെച്ചാലേ കേസിന്റെ ഗതി തന്നെ അങ്ങ് മാറും. ഇതാവുമ്പോഴേ എനിക്ക് എഴുതിത്തരുന്ന പ്രമാണത്തിലേ 2-ാം പേരുകാരിയായി ആനി കൂടി എന്നുകൂടെ അങ്ങ് ചേർക്കണം. അതിനല്ലേ ബലമുള്ളത്. അതെങ്ങനെ വേണമെന്നൊക്കെ ആലോചിച്ചിട്ട് തീരുമാനിക്കും. വരുന്നു. എടി, ഇത് ഫ്രൈ കൂടെ മുറിക്കണോടി. കാല് മാത്രം സെപ്പറേറ്റ് ചെയ്യ്, കുരുമുളക് ഇട്ട് പൊരിക്കാം. അനി, പിള്ളേർക്ക് ഓട്സ് ഉണ്ടാക്കണമായിരുന്നു. അടുപ്പൊഴിയോ? അടുപ്പിലിരിക്കുവല്ലേ, പിള്ളേർക്ക് ഉച്ച കഴിഞ്ഞ് കൊടുക്കാം. കുറച്ച് വിരുന്നുകാരുണ്ടേ. നിങ്ങൾ ആ ഗ്യാസിന് വിളിച്ചു പറഞ്ഞിട്ടെ കൊണ്ടുവന്നില്ലല്ലോ. ഗോപനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ പൈസ തന്നില്ലല്ലോ. ഒരു സിലിണ്ടർ കൊണ്ടുവന്ന 2.5 മാസം ഉപയോഗിച്ചുകൊണ്ടിരുന്നതാ. അതെങ്ങനെയാ ഇപ്പൊ 24 മണിക്കൂറും കത്തിച്ചിട്ടേക്കുമല്ലേ? ഗ്യാസ് തീരുന്ന വഴി അറിയത്തില്ല. അതെ, ഇങ്ങനെ അങ്ങ് നിന്നാ മതി കേട്ടോ. കൊച്ചാപ്പ, ആ കൊച്ചാപ്പ, ഓ എവിടെയാ? ഇവിടെ ഉണ്ട് മോളെ. ചായ വേണ്ടേ? ആ ചായ വേണമെന്ന് ഇപ്പൊ വിചാരിച്ചതേ ഉള്ളൂ. ആ അടുക്കള വലിയ മേളമാണല്ലോ. കോഴിയെ കൊല്ലുന്നു, ചീനി അരിയുന്നു. എന്തുവാ അവിടെ? വിരുന്നുകാർ വല്ലതും വരുന്നോ? മോളോട് വല്ലതും പറഞ്ഞായിരുന്നോ? ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു അലക്സിന് വേണ്ടപ്പെട്ട ആരണ്ട വരുന്നുണ്ടെന്ന്. അവനാരാ വേണ്ടപ്പെട്ടവര്? ഉള്ളത് 2 ഇടി വെട്ടിച്ചാത്തു. വേറെന്നുള്ളത് പള്ളിമണിയുടെ കയറെ തൂങ്ങി. പിന്നെ ആരാ അവനുള്ളത്? ആ ചിലപ്പോഴേ കർത്താവ് തമ്പുരാൻ ഉയർത്തെഴുന്നേറ്റ് പെരുന്നാൾ ആഘോഷിക്കാൻ വരുന്നുണ്ടാവും. അവരായിരിക്കും മോളെ, വിരുന്നുകാർ വല്ലവരും ആയിരിക്കും. ആരാ ഇപ്പൊ വിരുന്നുകാര് വരാന്? മോളെ, ഇത് അവന്റെ വണ്ടിയല്ലയോ?
നിങ്ങൾ നേരത്തെ വന്നോ? ഞാൻ വിചാരിച്ചു വൈകുന്നേരം ആവുന്നു. ഏയ് നേരത്തെ ഇറങ്ങിയതാ. ഇങ്ങോട്ട് പോരണ വഴിക്കേ ആ പള്ളിയുടെ അടുത്ത് അനന്ത ഒരു പ്രോപ്പർട്ടി നോക്കി വെച്ചിട്ടുണ്ടേ, അവിടെയും കൂടി ഒന്ന് കേറി. അല്ലെങ്കിൽ നേരത്തെ വന്നേനാ. ഈ വാങ്ങുന്ന സ്ഥലം എവിടെയാ? ആ പള്ളിയുടെ നേരെ മുൻപില്. ആനിയുടെ ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് ആ വഴിയിൽ പള്ളിയുടെ മുന്നിലായിട്ട്. ആ മനസ്സിലായി. ആ പ്രോപ്പർട്ടിയാണോ വാങ്ങുന്നേ? അതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞു. അവിടെ ചെറിയൊരു ഷോപ്പിംഗ് മാളിനുള്ള പരിപാടിയാ. അവിടെ അടുത്ത് വേറെ സൂപ്പർ മാർക്കറ്റ് ഒന്നും ഇല്ലല്ലോ. അയ്യോ, അപ്പൊ പിന്നെ ഞങ്ങളുടെ ഓഫീസിലുള്ളവർക്ക് ഭയങ്കര എളുപ്പമായിരിക്കുമല്ലോ. ആ പിന്നല്ലാതെ. 2 മിനി തിയേറ്റർ അതിൽ വരുന്നുണ്ട്. സാറിന്റെ ഫസ്റ്റ് പടേ അവിടെ ആയിരിക്കും റിലീസ്. പക്ഷെ നായിക പുതിയ ആളാട്ടാ, ഒരു പുതിയ ആള്. അലക്സിനൊക്കെ അത് നോക്കി കിടത്താലോ, വെറുതെ വണ്ടി ഓടിച്ചു കിടക്കാതെ. അതെ, നിങ്ങളൊക്കെ കണ്ടിട്ടാ സാർ ഇത് മേടിക്കണേ. അത് ഓർത്തോളണം കൊച്ചിന്റെ അമ്മേ. വാ അകത്തോട്ടിരിക്കാം. വന്നേ. ആ നിങ്ങളുടെ പണി കിടക്കട്ടെ. എന്നാ ശരി, വാ. മിസ്റ്റർ ഓനാച്ചോ, എന്താ ഒരു മിണ്ടാട്ടം ഇല്ലാത്തത്? ഞാനേ 1-2 ഫോറിൻ സാധനം എടുത്തു വെച്ചാ വണ്ടിയില്, പിന്നെ അങ്ങ് തിരിച്ചു വെച്ചു. ഓനാച്ചന് വല്ല കുരുപ്പും തോന്നിയാലേ നമ്മുടെ പൈസയല്ലേ പോണേ. അല്ല എന്താ നിങ്ങളുടെ അവിടെ ഈ വെള്ളപ്പൊക്കമൊന്നും ഇല്ലായിരുന്നു? അതൊക്കെ ഇവിടെ അല്ലേ വെള്ളക്കുഴി. ഞങ്ങളുടെ സിറ്റിയിലെ ആ വക പരിപാടിയൊന്നുമില്ല. നല്ല അന്തസ്സുള്ള നഗരാസൂത്രണ. വെള്ളം വീണ അപ്പ ഓടയിലേക്ക് പോകും. അത് ഭയങ്കര സൂത്രണം തന്നെയാണല്ലോ. പക്ഷേ ഇവിടെ മഴ പെയ്താലേ വെള്ളം ഭൂമിക്കടിയിലോട്ടാ പോകുന്നത്. നല്ല വളക്കൂറ. വിത്തിട്ടാലേ അപ്പം മുളച്ചു വരും. നിങ്ങളുടെ ആസൂത്രണത്തിൽ അതുവല്ല ഉണ്ടോ? ഞങ്ങളുടെ ആസൂത്രണേ ഇവിടേക്കെങ്ങ് നടപ്പാക്കാൻ പോവാ. അതൊരു പുതിയ പദ്ധതിയാ. മണ്ണിലോട്ട് വീഴുന്ന മഴവെള്ളം ശേഖരിച്ച് ഞങ്ങളൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോവാ. അതായത് വെള്ളം ശേഖരിച്ച് പ്രോസസ് ചെയ്ത് കുപ്പിയിലാക്കി സീൽ ചെയ്ത് വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുന്ന പുതിയൊരു പദ്ധതി. അത് നല്ലതാ. വെള്ളം കൂടി മുട്ടാതിരിക്കാനേ ഇനിയുള്ള കാലം അതൊക്കെ വേണ്ടി വരും. ബേബി സാറേ, കൈ കാശ് വല്ലോ ഇരിപ്പുണ്ടോ? കുപ്പിക്ക അല്ല, ഒന്ന് ഷേവ് ചെയ്യാനാ. എത്ര വേണം പറഞ്ഞാട്ടെ, ഞാൻ അങ്ങോട്ട് തരാം. അതേ, സാറ് കാശ് കൈവച്ചു, ഞാനൊന്ന് ഇരുന്ന് തരാം. ഒന്ന് ചെയ്തു തരാമോ? എന്താ സാറേ? സാർ അങ്ങോട്ട് അകത്തേക്ക് ഇരുന്നോ. ബാടോ ബാടോ വാ. എടാ, ചേർച്ച് തന്നെയാണ് ഈ പന്തളം ബേബി ഇവിടെ വരെ എത്തിയത്. നിന്റെ ആനന്ദൻ സാറിനെ കൊണ്ട് ചരപ്പിക്കാൻ തന്നെയാടാ ഞാൻ ഇവിടെ വന്നതും. നാളെയൊന്നും നേരം വെളുത്തോട്ടെ, നിന്നെ അങ്ങോട്ട് ചേർച്ചങ്ങോട്ട് വിടാം. നിന്റെ പട്ടിക്കാട്ടിലെ കളിയല്ലടാ പന്തളം ബേബിയുടെ. കൊന്നുകളയിടാ ഞാൻ നിന്നെ. സൂക്ഷിച്ചോ നീ. മോനെ ഞാന് നാളെ പ്ലാസ്റ്റർ എടുക്കില്ലേ? പ്ലാസ്റ്റർ എടുത്താ നടക്കാൻ പറ്റും. ചേച്ചി ചേട്ടാ, ദേ നിങ്ങളുടെ പപ്പ വന്നിട്ടുണ്ട്. ഡയറക്ടർ എവിടെ? ദോ പുറത്ത്. കള്ളം പറയല്ലേ. അല്ല, വന്നു. എങ്കിൽ ഞാൻ നോക്കട്ടെ. പോണ്ട, അച്ഛനിങ്ങ് നോക്കട്ടെ. ഏട്ടാ വേണ്ട, അച്ഛനിങ്ങ് വരും. അമ്മേ, അച്ഛൻ വന്നോ? അമ്മേ, എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ. മോൾ അവിടെ ഇരുന്ന് ബഹളം ഉണ്ടാക്കിയിരിക്കും. സ്റ്റോൺ പേപ്പർ സിസേഴ്സ്. എപ്പോഴും ഈ കളിയല്ലേ കളിക്കുന്നേ? വേറെ എന്തെങ്കിലും കളിക്ക്.
എങ്കിൽ ചേട്ടൻ പഠിപ്പിക്ക്. അന്നെ ഇങ്ങ് വാ. ആ ആൻസി, ഞാൻ കുറെ നേരമായിട്ട് ട്രൈ ചെയ്യാ, കിട്ടുന്നില്ല. സർ ഇത് ഈ ഇവിടെ വലിയ പ്രശ്നമായിരുന്നു. ആനി പ്രശ്നം ഉണ്ടാക്കുന്നതാണോ? ഇയാൾ കൗണ്ടർ ചെയ്യാണ്ടിരുന്നാൽ മതി, കുറച്ച് കഴിയുമ്പോൾ അടങ്ങിക്കോളും. അല്ല അതല്ല സർ, ഇവിടെ കുറച്ചു മുമ്പ് പോലീസൊക്കെ വന്നായിരുന്നു. പോലീസോ? എവിടുന്ന്? ഇവിടെ ലോക്കൽ സ്റ്റേഷനിൽ നിന്ന് കോൺസ്റ്റബിൾമാരാണ് വന്നത്. നാളെ രാവിലെ 10-10:30 ആകുമ്പോഴത്തേക്കും ആ DYSPയുടെ ഓഫീസിൽ ചെല്ലണം, സനൽ സാറിനെ കാണണമെന്നൊക്കെ പറഞ്ഞു. സമൻസ് വല്ലതും ആണോ? സൈൻ ചെയ്ത് കൊടുത്തോ? ഇല്ല, സമൻസ് ഒന്നും അല്ല. ആ സാറിനെ ഓഫീസിൽ ചെന്ന് കാണണമെന്നാണ് പറഞ്ഞു നാളെ തന്നെ. ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യേ. ആ സൈബർ DYSP സനൽകുമാർ സാറ് ആൻസി അങ്ങോട്ട് വിളിപ്പിച്ചിരിക്കുക, പോലീസിനെ കൊണ്ട്. അത് അയാളുടെ ഷോയാ, വിളിച്ച് വരട്ടെ വേണ്ടിയിട്ടാ. ആൻസിയോട് അങ്ങോട്ട് പോണ്ടെന്ന് പറ. പോണ്ടല്ലേ? അതാ ശരി. ആ ആൻസി, DYSPയെ കണ്ടിട്ട് കാര്യമില്ല. എന്തായാലും ആൻസി DGP പോയി കാണണം. അതിനുള്ള ഏർപ്പാട് ചെയ്യാം. ആൻസി ഈ വിഷയമായിട്ട് ആദ്യം കണ്ടത് DGPയും CM ഒക്കെ അല്ലേ? ഉം. ഞാനൊരു കംപ്ലൈൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് ആൻസിക്ക് മെയിൽ ചെയ്യാം രാത്രി തന്നെ. ശരി. ശരി സർ. സർ പിന്നെ ഈ അനന്ത് വന്നിട്ടുണ്ട് ഇവിടെ. പ്രശ്നം ഉണ്ടാക്കാനാണെന്ന് എനിക്ക് തോന്നുന്നത്. ആ പന്തളം ബേബിയും കൂടിയുണ്ട്. ഓ, അയാൾ വീണ്ടും വന്നോ? ആ വന്നു സർ. ആൻസി ഇപ്പോൾ ഒന്നും മിണ്ടണ്ട, കുട്ടികളെയും കൊണ്ട് മുറിക്കകത്ത് കയറി വാതിലടച്ചിരിക്കുക. നിങ്ങളുടെ കൊച്ചാപ്പനോട് ആവശ്യമില്ലാത്ത ഇഷ്യൂസ് ഒന്നും ക്രിയേറ്റ് ചെയ്യണ്ടെന്ന് പറയണം കേട്ടോ. അയാൾ കുറച്ച് മേളമൊക്കെ നടത്തിയിട്ട് അങ്ങ് പോയിക്കോളും. ഉം.